ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കോഴികളിൽ അഡൽട്ട് കോഴികൾക്കും മുട്ടയിടുന്ന കോഴികൾക്കും മുട്ടയിടാനായ കോഴികൾക്കും തീറ്റ കൊടുക്കുന്ന രീതിയെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാക്കറ്റ് ഫീഡ് മാത്രം വാങ്ങിക്കൊടുത്ത് കോഴികളെ വളർത്തുക എന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം പാക്കറ്റ് ഫീഡിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയുള്ള നാടൻ തീറ്റകൾ കണ്ടെത്തി അത് തീറ്റയിൽ മിക്സാക്കി കൊടുക്കുമ്പോൾ ചിലവും കുറഞ്ഞു കിട്ടും, വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏകദേശം ഈ പാറ്റേണിലൊക്കെ കോഴികൾക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ ചിലവിൽ തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കോഴി വളർത്തലിൽ ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സീസൺ ഫീഡിംഗ് രീതി അവലംബിക്കാവുന്നതാണ്. അതായത് ഓരോ സീസണിലും കിട്ടുന്ന ഐറ്റംസ് അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ചക്ക സീസണാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചക്കൻ്റെ മടൽ കൊണ്ടൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബ്ലാക്ക് സോൾജിയർ ലാർവേനെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച് ഫുഡിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ എല്ലാ സീസണിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വാഴ. ഇത് കോഴികൾക്ക് വളരെ ഇഷ്ടമുള്ളതുമാണ്. കൂടാതെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക് ആണ് കേട്ടോ. അതുപോലെ ഫൈബർ കണ്ടൻറ്റ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കോഴികൾക്ക് കൊടുക്കുന്നത് മൂലം അസുഖങ്ങൾ കുറയുകയും ചെയ്യും. അതുപോലെ മുട്ട ഉൽപ്പാദനം കൂടുകയും ചെയ്യും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ വാഴയുടെ എന്ത് ഉൽപ്പന്നങ്ങളായാലും ഇലയോ അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പോ വാഴക്കൂമ്പോ എന്തെങ്കിലും ഡെയിലി അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഉണ്ണിക്കാമ്പാണ്. പിന്നെ എനിക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ധാന്യമാണ് ഗോതമ്പ്. 1 കിലോക്ക് 10 രൂപ നിരക്കിൽ ഇവിടെ ലഭിക്കും. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് വീട്ടാവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എനിക്ക് കോഴി വളർത്തലുള്ളത് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും എനിക്ക് കൊണ്ടുത്തരും. പിന്നെ അതിനൊരു നിശ്ചിത തുക വെച്ച് ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ മുട്ടയിടാനായ കോഴികൾക്കും മുട്ടയിടുന്ന കോഴികൾക്കും ഗോതമ്പ് കൊടുക്കുമ്പോൾ കുതിർത്ത് മുളപ്പിച്ചാണ് ഞാൻ കൊടുക്കാറ്. അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നുറുക്കി അതിനോടൊപ്പം സ്റ്റാർട്ടറും കൂട്ടിയാണ് കൊടുക്കാറ്. പിന്നെ കുതിർത്ത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ സാധാ കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചോളത്തവിടാണ്. ചോളത്തവിട് ഞാൻ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രീ ആയിട്ട് തന്നതാണ്. പൊതുവെ അധികവും ഞാൻ നെല്ലിൻ തവിടാണ് ഇതിൽ ചേർത്ത് കൊടുക്കൽ. പിന്നെ കോഴികൾക്ക് ധാരാളമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് പച്ചിലകൾ. നമ്മൾ ലിമിറ്റഡ് ഏരിയയിൽ മാത്രം വളർത്തുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ കേജിനുള്ളിൽ മാത്രം വളർത്തുന്ന കോഴികൾക്ക് അവർക്ക് ധാരാളമായിട്ട് ഒരു നേരമെങ്കിലും പച്ചിലകൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പച്ചിലകൾ കൊടുക്കുമ്പോൾ അത് പപ്പായയിലാവട്ടെ ചേമ്പിലാവട്ടെ നല്ല പുല്ല് അല്ലെങ്കിൽ മുരിങ്ങയില ഇവയിൽ ഏതെങ്കിലും ആവട്ടെ ഡെയിലി ഒരു നേരം നമ്മൾ ഭക്ഷണത്തിൽ ഈ ഇലകൾ കൊടുക്കാൻ ശ്രമിക്കണം. ഉച്ച സമയത്ത് ഞാൻ പച്ചിലയും കുറച്ച് ചോറും ചേർത്താണ് കൊടുക്കാറ്. അതുപോലെ ഇപ്പോൾ ചൂടുകാലമാണല്ലോ, തണ്ണിമത്തൻ്റെ സീസണാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ പൊട്ടിയതും വേസ്റ്റ് ആയതും ഒക്കെ ആയിട്ടുള്ള തണ്ണിമത്തൻ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ചൂടുകാലത്ത് കോഴികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സമയവും സാഹചര്യവും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുണ്ടാവണം. അതുപോലെ നമുക്കിതിനോടൊരു താല്പര്യവും സഹജീവികളോട് സ്നേഹവും ഒക്കെ വേണം. അല്ലാതെ 1-2 തവണ ചെയ്യുമ്പോൾ തന്നെ മടുപ്പ് തോന്നും, ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ക്രമേണ പാക്കറ്റ് ഫീഡ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാവർക്കും അവലംബിക്കാൻ പറ്റിയ രീതിയല്ല എങ്കിലും സീസണലായിട്ട് കിട്ടുന്ന ഐറ്റംസും അതുപോലെ പച്ചക്കറി വേസ്റ്റും എല്ലാവർക്കും കളക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ സിറ്റിയിലാണെങ്കിലും ഒക്കെ തന്നെ പച്ചക്കറി വേസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സീസണായിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഗതികളും ചേർത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ പാക്കറ്റ് ഫീഡൊന്നും കൊടുക്കാതെ ഓർഗാനിക് ആയിട്ടുള്ള തീറ്റയും കാര്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
അങ്ങനെ പോവുകയാണെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് വാങ്ങിക്കുന്നവർ നല്ല വില നൽകും. കാരണം എന്താ വെച്ചാൽ പാക്കറ്റ് ഫീഡിലെ എല്ലാ ഐറ്റംസും നമുക്ക് നല്ലതായിക്കോണമെന്നില്ല. ഗുണങ്ങളും ഉണ്ട്, അതിലേറെ ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഓർഗാനിക് രീതിയിൽ കോഴികളെ വളർത്തുന്നതാണ് നമുക്ക് വീട്ടാവശ്യത്തിനും ഇപ്പോൾ ഇറച്ചിക്ക് വിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ലത് കഴിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് നല്ലത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നോമ്പിൻ്റെ തിരക്കും കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ടുള്ളൊരു തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചന്വേഷിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഏതായാലും അന്വേഷിച്ചവർക്കും കാത്തിരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.